എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ ഒരു പ്രമുഖ വ്യക്തിയെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ 75-ാം പിറന്നാളാണ് ഇന്ന്. എൻ്റെ വല്യച്ഛൻ്റെ മകനാണെച്ചാലും ഞാൻ പലപ്പോഴും താൻ എന്നൊക്കെ സംബോധന ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ ഇവിടെ വന്ന് താമസിക്കുകയും ചേത്തല നന്ദനേട്ടനും ഹരിയേട്ടനും ദേവിയേട്ടനൊക്കെ ആയിട്ട് ഇവിടെ പല തമാശകളും കളികളൊക്കെ ഉണ്ടായിരുന്നു. മേഴത്തൂരായാലുണ്ട്. അതിനിടയ്ക്ക് നന്ദനേട്ടൻ നമ്മളെ വിട്ടുപോയി. നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ കാലത്ത് തൊട്ട് ഹരിയേട്ടനായിട്ട് വലിയ അടുപ്പാണ്. അതിപ്പോൾ എനിക്കല്ല കേട്ടോ, കുടുംബത്തിലുള്ള എല്ലാവർക്കും ഡയറക്റ്റ് വിളിക്കാവുന്ന ഒരാളാണ്. എന്ത് കാര്യത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, പ്രശ്നം തീർത്ത് തരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. ഒന്ന് പിറന്നാളൊക്കെയാണല്ലോ. അയാള് 72 കാലത്തൊക്കെ ഉണ്ടാവും. 23 വയസ്സോ 24 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ആ സമയത്ത്. ഇത് നമ്മുടെ കൃഷ്ണൻകുട്ടിയാർ, ഞങ്ങളുടെയൊക്കെ ഒരു താടി കൃഷ്ണൻകുട്ടിയാരുണ്ടായിരുന്നു, വാകയിലുള്ള ആളാണ്. മുമ്പ് അയാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം കേട്ടോ. 72 73 എവിടെയോ മരം എടുക്കാൻ പോയി. അപ്പോൾ ഹരിയേട്ടനും ഒരു ആശാരിയും കൃഷ്ണൻകുട്ടിയാരും ഉണ്ട്. അപ്പം മരം അളന്ന് നോക്കിയപ്പോൾ ഈ മരത്തിൻ്റെ അളവ് കുറച്ച് സങ്കീർണമായിട്ടുള്ളതാണ്. ഇന്നത്തെ ക്യൂബിക്കോ ഒന്നും അല്ല തോന്നുന്നുണ്ട്. അങ്ങനെ ഉടമസ്ഥൻ മില്ലുടമ അളന്നു, ഒരു ഇത്ര ഒപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, ഞാനൊന്ന് അളക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, അത് വളരെ കൃത്യമാണ് എന്ന് പറഞ്ഞു. അതല്ല, ഞാനൊന്ന് അളക്കട്ടെ, നിങ്ങളൊന്ന് നോക്കി നിൽക്കൂ. അങ്ങനെ അളന്നു. അപ്പോൾ നോക്കുമ്പോൾ അന്നത്തെ വില ഒരു 3000 റുപ്യ 4000 റുപ്യ ഇട്ട അധികമാണ് അയാളിട്ടപ്പുള്ള വില. അപ്പോൾ ഹരിയേട്ടൻ്റെ അളവാണ് വളരെ കൃത്യം. അപ്പോൾ ഈ കൃഷ്ണൻകുട്ടിയാർ എന്നോട് പറയണേ, ഈ തമ്പുരാൻകുട്ടി ഇതൊക്കെ എവിടുന്ന് പഠിച്ചു എന്നാണ് അയാളുടെ സംശയം. ന്യായമായിട്ടുള്ള സംശയമാണ്. അങ്ങനൊരു സംഭവമാണ് അന്നുണ്ടായത്. പിന്നെ വിവാഹം കഴിഞ്ഞു വൈദ്യശാലയിൽ ചെന്നെത്തിയിട്ടാണ് അയാളുടെ എല്ലാ സദ്ഗുണങ്ങളും കഴിവും ഒക്കെ പുറത്തേക്ക് വന്നത്. വൈദ്യശാലയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് 10-30 കൊല്ലം. അപ്പോൾ ആയുർവേദ മരുന്നുകളെ പറ്റി, ചികിത്സയെ പറ്റി, പിന്നെ അലോപ്പതി മരുന്ന്, ഡോക്ടർമാർ, അങ്ങനെ പിന്നെ വാസ്തു വിദ്യ പറ്റിയിട്ടുള്ള എല്ലാം ഒരു പ്രാഥമിക ഒരു അയാൾ അങ്ങനെ പറയുള്ളൂ. പക്ഷെ നമുക്കത് വളരെ കൃത്യമായിട്ട് തോന്നും. അങ്ങനെ ഉള്ളൊരാളാണ് അയാൾ. അപ്പം അങ്ങനെ വാസ്തുവിദ്യയിലും ഇപ്പം ഞങ്ങളൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നാൽ ഹരിയേട്ടനെ വിളിക്കാൻ പറയും, അല്ലെങ്കിൽ വരാൻ പറയും, അല്ലെങ്കിൽ ഞങ്ങളവിടെ ചെല്ലും. അത് എൻ്റെ അല്ല കേട്ടോ, എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മക്കൾ തന്നെ ഞാൻ വിളിക്കണേക്കാട്ടിലും കൂടുതൽ ഹരിയേട്ടനാവും വിളിക്കേണ്ടതാണ്. അവർ പറയാറുണ്ടേ, ഹരിയേട്ടൻ വിളിച്ചായിരുന്നു. അപ്പോൾ ഹരിയേട്ടൻ ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഇനി നാട്ടുകാർക്കായാലോ അത് അതിലേറെ. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ സേവനങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ട് ഇന്ന ആസ്പത്രിയിൽ ഒരാൾ വേണം, ഒരാൾക്ക് ചികിത്സ ഏത് ഡോക്ടറെ കണ്ടു പറഞ്ഞാൽ അതിനെ ഏർപ്പാടാക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം കാണുന്ന ഒരു വ്യക്തിയാണ് ഹരിയേട്ടൻ. അത് സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 75ആയി. ഞാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ എൻ്റെ പിറന്നാൾ 70-ാം പിറന്നാൾ അധികം ഗംഭീരമായിട്ട് മേഴത്തൂർ വെച്ച് നടത്തതാണ്. അപ്പോൾ ഒരു ആശംസ ഇടണമെന്ന് വിചാരിച്ചു. അതാണിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇത് അയാളെ പറ്റിയിട്ട് അനവധി ആൾക്കാർക്ക്, ബന്ധപ്പെട്ടവർക്കൊക്കെ നല്ലതേ പറയാണ്ടാവുള്ളൂ കേട്ടോ. അതിന് സംശയിക്കണ്ട. അത് മേഴത്തൂരുള്ള ആൾക്കാർക്കും മാത്രമല്ല ബന്ധുജനങ്ങൾക്കും. പിന്നെ അതിൻ്റെ കുറച്ചും കൂടി ചരിത്രം പറയാച്ചാൽ 57 ഭാഗം വെച്ചപ്പോൾ ഈ വഴിയൂട്ടുമുറി സ്ഥലം അച്ഛൻ എടുക്കാമെന്ന് പറഞ്ഞു. മേഴത്തൂർ സ്ഥലം വല്യേട്ടൻ എടുക്കാമെന്ന് വെച്ചു. കുടമാളൂർ സ്ഥലം വല്യച്ഛനും. അപ്പോൾ വല്യേട്ടന് ശരിക്ക്
കുടമാളൂർ വേണമെന്നായിരുന്നു മോഹം. പിന്നെ കാരണവന്മാർ പറയുമ്പോൾ അദ്ദേഹത്തിന് മൗനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു എതിർപ്പ് പറയില്ല, അങ്ങനെ ഒരു സമ്പ്രദായം. അപ്പോൾ ഹരിയേട്ടൻ മേഴത്തൂർ താമസം അതിനുള്ള നിയോഗം. എന്താ പറയണത് വെച്ചാൽ അദ്ദേഹം എന്തെങ്കിലും കാരണവശാൽ കോട്ടയത്ത് കുടമാളൂർ ഞങ്ങളുടെ സ്ഥലം അവിടെയായിട്ടാണ് കഴിയണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഉപകാരങ്ങളും ഇതൊന്നും ചെയ്യാൻ അയാൾക്ക് ഇവിടെ പറ്റില്ല, നമുക്ക് കിട്ടില്ല, അവിടെ കിട്ടിയെന്ന് വരും തയ്യാറാക്കി നമുക്ക് അത് കയ്യിൽ നിന്ന് പോകുന്നുള്ളതല്ല. അത് ആ പഠിപ്പിൻ്റെ അല്ല, ശരിക്ക് കൊണ്ടുപിടിക്കുക വെച്ചാൽ നല്ലൊരു ആയുർവേദ ഡോക്ടറാവാം, അലോപ്പതി ഡോക്ടറാവാം, നല്ല ഒരു എൻജിനീയർ ആവാം, എല്ലാറ്റിൻ്റെയും ഒരു ഗ്രഹീതമുള്ള ഒരാളാണ്, സംശയമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഹരിയേട്ടനെ ഞാൻ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇനിയുള്ള കാലം വളരെ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കാൻ അനുവാദമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇയാളൊരു 10 കൊല്ലം മുമ്പൊക്കെയാണ് ഈ സത്സംഗം വായനയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ആരോ ചോദിച്ചു എന്നോടെ, അപ്പം ഇനിയിപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും തന്നെ വിളിച്ചാൽ കിട്ടില്ല അല്ലേ എന്ന് തോന്നുന്നു. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, അത് എൻ്റെ വഴി, നിങ്ങളുടെ എപ്പോൾ വിളിച്ചാലും ഞാൻ അതിന് തയ്യാറാണ് അയാൾ മറുപടി പറഞ്ഞത്. അത് വളരെ ശരിയാട്ടോ. ഇപ്പോഴും അങ്ങനെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഹരിയേട്ടന് വിളിച്ച് പറഞ്ഞാൽ അതിനൊരു വഴി, ഒരു പരിഹാരം അയാൾ ഉണ്ടാക്കി തരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.